ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ നമ്മുടെ 2 വർഷത്തെ ആനിവേഴ്സറിയുടെ വിശേഷങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ട് ഒത്തിരി പേരാണ് ഒത്തിരി നല്ല കമൻസാണ് അറിയിച്ചത് കേട്ടോ. അപ്പോൾ കമൻസ് അറിയിച്ച എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് പേര് എനിക്ക് ഭയങ്കരമായിട്ടുള്ള നല്ല സപ്പോർട്ടാണ് തന്നത്. ഇനിയും ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. ഓരോരുത്തരുടെ കമൻറ്റ് വായിച്ചപ്പോഴും ഞാൻ ഒരുപാട് ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ നിങ്ങൾ കമൻസ് അറിയിച്ചതിൽ. അപ്പോൾ അതേ ഇന്ന് സൺഡേ ആണ്. സൺഡേയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റു. ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് 6 മണിയാകുമ്പോൾ തന്നെ എഴുന്നേക്കാറുണ്ട്. മറ്റേത് സൺഡേ ഒക്കെ ഈ വിൻ്റർ സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റുകൊണ്ടിരുന്നത്. 7-7:30 ആവും. പിന്നെ സൺഡേ എനിക്ക് രാവിലെ എഴുന്നേൽക്കണം. കാരണം ആമിക്കുള്ള യൂണിഫോം എല്ലാം അന്നാണ് കഴുകിയിടുന്നത്. കാരണം അവൾക്ക് സ്പോർട്സ് യൂണിഫോമും പിന്നെ അവളുടെ ഷൂ ഒക്കെ കഴുകിയിടണം. വൈറ്റ് ഷൂ ഒക്കെ കഴുകാനുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴുകി ഇട്ടിട്ട് ബാക്കി എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൺഡേ അങ്ങനെ ഒരുപാട് നേരമൊന്നും ഉറങ്ങത്തില്ല. പക്ഷെ ഇപ്പം എന്തായാലും ഈ സമ്മർ തുടങ്ങിയതിന് ശേഷം, ചൂട് തുടങ്ങിയതിന് ശേഷം രാവിലെ തന്നെ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നു, ഇതുപോലെ ചേച്ചി ഇപ്പോൾ ഭയങ്കര ചൂടാണ് നാട്ടിലും, അപ്പോൾ ഒരുപാട് വെള്ളം കുടിക്കണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുട്ടി. ഇപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളും ഒരുപാട് വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെച്ചേക്കണം ശരീരം. മാത്രമല്ല ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ മാക്സിമം കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ മുസ്ലിം സഹോദരിമാരിപ്പോൾ നോമ്പെടുക്കുന്ന സമയം കൂടിയാണല്ലേ. അപ്പോൾ അവർക്കും ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ. അപ്പം ഞാൻ എപ്പോഴും ഇവിടെ ഇരുന്ന് ആലോചിക്കാറുണ്ട് കേട്ടോ, ഈ ഒരു സമയത്ത് നോമ്പെടുക്കുന്നവരെ സമ്മതിക്കണമെന്ന് ഞാനിങ്ങനെ ഇരുന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ആശീർവാദിൻ്റെ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവായിരുന്നു കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല. ഞാൻ കുക്കറിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോഴെങ്കിലും ഇനി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈസിയാണ് കേട്ടോ, പെട്ടെന്നാവും. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞായിരുന്നു ഇതുപോലെ കുറച്ച് സാധനങ്ങൾ വേണമെന്ന്. പച്ചമുളകും ഇതൊക്കെ തീർന്നു പോയി, ഇഞ്ചിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് സെപ്റ്റോന്നാണ് എടുത്തത്. എപ്പോഴും ഒന്നും സെപ്റ്റോന്ന് എടുക്കാറില്ല, പെട്ടെന്ന് ഇങ്ങനെ അത്യാവശ്യം വരുമ്പോൾ മാത്രം എടുക്കും. ഇടയ്ക്ക് വെച്ചിട്ട് ബൾക്കായിട്ട് എടുത്തുകൊണ്ടിരുന്നതാണ്. മാക്സിമം ഞങ്ങൾ കടയിൽ പോയി തന്നെ എടുക്കും. പിന്നെ ഇടയിൽ വെച്ചിട്ട് സ്പാറിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്പാറിൽ നിന്ന് അങ്ങനെ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പലയിടത്തുനിന്നും എടുക്കാറുണ്ട്. മാർക്കറ്റിൽ നിന്നും മേടിക്കാറുണ്ട്, കടകളിൽ നിന്നും മേടിക്കാറുണ്ട്, അല്ലാതെ ഓൺലൈനിലും ഒക്കെ എല്ലായിടത്തുനിന്നും മാറി മാറി റേറ്റ് നോക്കി എടുക്കാറുണ്ട്. അപ്പോൾ അതേ കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയിൽ ഹസ്ബൻഡ് പോയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ, നാടൻ കോഴി മേടിച്ചിട്ടുണ്ട്, പിന്നെ മീനും മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൺഡേ ആണ് കൂടുതൽ ഇങ്ങനെ നോൺ വെജ് കഴിക്കാറുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് പോയിട്ട് അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇതിൽ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൈയോടെ തന്നെ കഴുകുന്നുണ്ട്. ഇപ്പോഴത്തെ ചൂട് കാരണം കിച്ചണിൽ നിന്ന് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ചെന്നൈയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ മെയ് മാസമൊക്കെ ആകുമ്പോൾ കത്തിരി വെയിലെന്ന് പറയും. ഇവിടെ ചെന്നൈയിലുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. നാട്ടിലത്തെക്കാളും ഭയങ്കര ചൂടാണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് നാട്ടിലും ഭയങ്കര ചൂടാണെന്ന്. പക്ഷെ നാട്ടിലത്തെ ചൂട് പോലെ അല്ല കേട്ടോ. ഇവിടെ ചെന്നൈയിലെ ചൂട് ഇവിടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവും. വല്ലാതെ ഒരു അസ്വസ്ഥതയാണ് നമുക്ക്. കൈയോടെ തന്നെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് മീരയാണ് പറഞ്ഞത് ഇങ്ങനെ ചെമ്മീൻ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ നല്ലപോലെ കഴുകിയതിന് ശേഷം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ചിക്കനാണെങ്കിലും ഫിഷ് ആണെങ്കിലും എന്താണെങ്കിലും ആദ്യമേ തന്നെ നല്ലപോലെ കഴുകും കേട്ടോ. കുറേ വെള്ളത്തിൽ കഴുകും. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ അത്രയും ലെങ്ത് ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു തവണയൊക്കെ കഴുകുന്നത് കാണിക്കുന്നത്. പിന്നീട് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് കുറേ തവണ കഴുകാറുണ്ട്. ഇപ്പോൾ ഈ ചിക്കൻ തന്നെ നിങ്ങൾക്കിപ്പോൾ ക്യാമറയിൽ ഞാൻ ഷൂട്ട് ചെയ്തത് കുറച്ച് സമയമാണ് കാണിച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ടും കുറേ വെള്ളത്തിൽ കഴുകി നല്ലപോലെ അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കറി വയ്ക്കാനായിട്ട് എടുക്കുന്നത്. പിന്നെ നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ക്ലീൻ ചെയ്യണം. അതിൻ്റെ മുടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ എപ്പോഴും ചിക്കൻ കഴുകാറുള്ളത്. ഇതിലും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഷൂട്ട് ചെയ്ത സമയത്ത് ക്യാമറ ഓഫ് ആയിപ്പോയി, അതുകൊണ്ടാണ് കാണാത്തത്. പിന്നെ ഓൾറെഡി അവർ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ടൊക്കെയാണ് ഈ ചിക്കൻ നമുക്ക് തന്നേക്കുന്നത്. പിന്നെ തൊലി കളയണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ്, തൊലിയും കൂടി ഇരിപ്പുള്ളതുകൊണ്ട് നല്ലപോലെ കഴുകിയാൽ മാത്രമാണ് നമുക്ക് കറി വെക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിൻ്റെ മുടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ലൂസ് മോഷനൊക്കെ ആവുമല്ലോ.
പിന്നെ ഇത് ഈ ഒരു മീൻ കണ്ടോ, ഇതിനെ ഇവിടെ കെണ്ട മീൻ എന്നാണ് പറയുന്നത്. നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇതാണെങ്കിൽ ശരിക്കും ഹസ്ബൻഡ് മീൻ മേടിക്കാനാണ് പോയത്, പക്ഷെ പിന്നീട് ആണ് ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചത് കേട്ടോ. നമ്മൾ അങ്ങനെ ചിക്കനൊന്നും എപ്പോഴും വാങ്ങിക്കാറില്ല, വല്ലപ്പോഴും ആണ് മേടിക്കുന്നത്. അപ്പോൾ എന്തായാലും മീൻ കുറച്ചെടുത്തിട്ട് വറുക്കാനായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെക്കും. കുറച്ചെടുത്ത് കറി വെക്കും. മീനിൻ്റെ മുട്ട കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് വറുക്കണം. പിന്നെ നമ്മൾ ചിക്കൻ മേടിച്ചപ്പോഴും ഒരു മുട്ട ഫ്രീ ആയിട്ട് തന്നേട്ടോ. അത് ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ മുട്ട ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു, എത്രയോ കിലോ മേടിക്കുമ്പോൾ. അപ്പം അങ്ങനെയാണ് അത് തന്നത്. പിന്നെ ദേ മീനും ഇതുപോലെ തന്നെ കുറേ വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് അഞ്ചു ആണ് ഒരിക്കൽ കമൻറ്റ് ഇട്ടിരുന്നത് ഈ ഫിഷ് ഇങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഒന്ന് എടുക്കണേന്ന്. അപ്പം ഇത് ഞങ്ങൾ കടയിൽ നിന്ന് കട്ട് ചെയ്ത് മേടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും നല്ല ഷേപ്പിന് ഇരിക്കുന്നത്. അതിൻ്റെ ഷേപ്പ് കണ്ടിട്ടാണ് അവൾ അങ്ങനെ ചോദിച്ചത്. ഞാനല്ലാതെ കട്ട് ചെയ്തിരുന്നത്. ഞാൻ കട്ട് ചെയ്താൽ ഇത്രയും പെർഫെക്ഷനോടെ വരത്തില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ നമ്മൾ കടയിൽ കൊടുത്ത്, മീൻ കടയിൽ തന്നെ കൊടുത്ത് കട്ട് ചെയ്ത് മേടിക്കുമ്പോൾ നല്ലതായിട്ട് അവർ കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്ത് തരും. അപ്പോൾ അതേ നമ്മുടെ ചിക്കനും മീനും എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സിങ്ക് കൈയോടെ തന്നെ കഴുകി ഇടുന്നുണ്ട്. ആദ്യം ഞാൻ കുറച്ച് വിംജലിൽ കഴുകും, പിന്നെ അത് കഴിഞ്ഞിട്ട് സബീന ഇട്ടിട്ട് കഴുകും. ലാസ്റ്റ് കുറച്ച് നല്ല നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ നമ്മൾ യൂസ് ചെയ്ത നാരങ്ങയുടെ തോടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലപോലെ സിങ്കിനകത്ത് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കും കേട്ടോ. അപ്പം നമ്മൾ ഈ നോൺ വെജ് ഒക്കെ കിച്ചണിനകത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ലെമൺ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് കാണത്തില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അരി കഴുകുന്ന വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോൺ വെജ് ഒക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മുടെ സിങ്കിനകത്തോട്ട് ആ കഞ്ഞി വെള്ളം അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം ഒഴിച്ചിട്ടേക്കാനായിട്ട് പറയും കേട്ടോ. അപ്പോൾ സ്മെല്ല് ഒട്ടും വരത്തില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മത്തി മീനൊക്കെയാണ് മേടിക്കുന്നതെങ്കിൽ ആ മീൻ എടുത്ത പാത്രത്തിൽ ഭയങ്കര വാടയായിരിക്കുമല്ലോ. അപ്പോൾ അത് പോകാനും ഈ കഞ്ഞി വെള്ളം ഒഴിച്ചു വെക്കുകയോ അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം ഒഴിച്ചു വെക്കുകയോ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെയും ചെയ്യാറുണ്ട്. ഞാൻ കൂടുതലും ലെമണാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേ നമ്മുടെ മീൻ മുട്ട വറുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ കുഴമ്പ് മുളക് പൊടി ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലെമണിൻ്റെ ചാറും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ലാസ്റ്റാണ് വറുത്തെടുക്കുള്ളൂ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിലാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഫ്രീസറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും മേലത്തെ പോർഷൻ. അപ്പോൾ അതേ നമ്മുടെ മീനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രീസർ പോർഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുക്കണം. എൻ്റെ അടുത്ത് ഇപ്പോൾ വെളുത്തുള്ളിയൊന്നും പൊളിച്ചത് ഒട്ടും ഇല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്തായാലും ബൾക്കായിട്ട് തന്നെ ഇന്ന് തന്നെ ചെയ്യാമെന്ന് കരുതി. ഞാനിങ്ങനെ സമയം കിട്ടുന്ന നേരത്തൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ഉള്ളി പൊളിക്കുന്നത്, ഉള്ളി പൊളിക്കുന്നത് ഞാൻ അങ്ങനെ ബൾക്കായിട്ട് ചെയ്ത് വെക്കില്ല, ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാറില്ല. പക്ഷേ എന്നാലും വെളുത്തുള്ളി ഞാനിങ്ങനെ പൊളിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കിംഗ് സമയം ലാഭിക്കാനാണ്. പലപ്പോഴും നമ്മൾ വീട്ടമ്മമാർക്ക് മടിയായിരിക്കുമല്ലേ. എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് മടി തോന്നാറുണ്ട് കുക്കിംഗ് ചെയ്യാനുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുമല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കുക്കിംഗ് സമയത്തും ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സമയവും നഷ്ടപ്പെടും. നമുക്കതൊരു അരോചകമായിട്ട് തോന്നും അല്ലേ. നമ്മൾ വീട്ടമ്മമാർക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ സമയം കിട്ടുമ്പോൾ ഒരു ഇൻട്രസ്റ്റോട് കൂടി നേരത്തെ കൂട്ടി ചെയ്ത് വെച്ചാൽ നമ്മുടെ കുക്കിംഗ് സമയം ലാഭിക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രിപ്സ് നമ്മൾ എപ്പോഴും ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കൈയോടെ തന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ഒരു ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മേടിച്ചേക്കുന്ന ഫ്രിഡ്ജ് സ്റ്റോറേജ് ബോക്സിനകത്ത് തന്നെ ഹോൾസ് ഉള്ളതാണ്. അതിനകത്ത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ വെളുത്തുള്ളി പൊളിച്ചത് ഇട്ട് കൊടുത്താൽ മതി. ഇഞ്ചി ഞാൻ എപ്പോഴും പുറത്താണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ നല്ല വെയിലായ കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഇഞ്ചി ഉണങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു ബോക്സിനകത്ത് ആക്കിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഒരുപാട് നാൾ കേടാവാതിരിക്കും. ഇതിനു മുമ്പ് കഴിഞ്ഞ മാസം വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി ഒരു 3 ആഴ്ചയോളം അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ. ഒട്ടും തന്നെ കേടായിട്ടോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇഞ്ചി ഇങ്ങനെ സ്റ്റോർ ചെയ്തോളൂ. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടും അരച്ച് വെക്കാറുണ്ട്. ഇത്തവണ ഞാനിപ്പോൾ എന്തായാലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാമെന്ന് കരുതി കേട്ടോ. കാരണം കറികൾ ചെയ്യുന്ന സമയത്ത് കൈയോടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പൊളിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഇഞ്ചി മാത്രം ഒന്ന് ചെത്തിയെടുത്ത് ചതച്ചെടുത്താൽ മതിയല്ലോ. അങ്ങനെ ഒരു ഐഡിയയിൽ ഇരിക്കുകയാണ്. മെയിനായിട്ടുള്ളൊരു കാരണം എനിക്കത് സ്റ്റോർ ചെയ്ത്
വെക്കാനുള്ളൊരു ബോട്ടിലില്ല. എല്ലാ ബോട്ടിലും ഓരോ സാധനങ്ങൾ നിറച്ച് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെക്കാത്തത്. നമുക്കിപ്പോൾ കറിവേപ്പില, മല്ലിയില, പുതിനയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കൈയോടെ തന്നെ അത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മെനക്കെട്ടാലും പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് മണിക്കൂറുകളോളം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. ഇതൊക്കെ യൂസ്ഫുൾ ആവുന്നത് പഠിക്കാൻ പോകുന്ന വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ കുഞ്ഞു മക്കളുള്ള വീട്ടമ്മമാർക്കോ ഒക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ ഈസി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ സാധാരണ വീട്ടമ്മമാരാണെങ്കിൽ പോലും ജോലിക്കൊന്നും പോകുന്നില്ലെങ്കിൽ പോലും നമുക്കൊക്കെ ഇതൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവും കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 hours നമ്മൾ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യേണ്ടവരല്ലല്ലോ. നമ്മൾ അങ്ങനെ ടൈം മാനേജ് ചെയ്ത് അല്ലെങ്കിൽ പ്രീ പ്രിപ്സ് ഒന്നും ചെയ്യാതെ വെക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും കിച്ചണിൽ കിടന്ന് ജോലി ചെയ്ത് ഒരുപാട് ടെൻഷനൊക്കെ എടുക്കുന്നത്. മാത്രമല്ല നമുക്ക് ഒരിക്കലും ജോലി തീരാത്ത പോലെ തോന്നുകയും ചെയ്യും. ഞാനിപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തേക്കുന്നത്, കുറച്ച് എനിക്ക് മോര് കറി വെക്കാനും വേണം, പിന്നെ എനിക്ക് ചിക്കൻ കറി വെക്കാനും വേണം. ഇന്നിപ്പോൾ ഞാൻ വറുത്തരച്ച ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ കുക്കർ ചൂടാക്കി അതിലേക്ക് റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെതാണ് കേട്ടോ മേടിക്കുന്നത്. നെല്ല എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ്, 300 രൂപയ്ക്ക് പുറത്ത് എന്തോ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ എന്നാലും നമ്മൾ റൈസ് ബ്രാൻ ഓയിലിലോട്ട് മാറിയതിന് ശേഷം ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെയും ബ്രാൻഡുകൾ ഒരുപാടുണ്ട്, പക്ഷെ എന്നാലും ഞങ്ങൾ ഇതാണ് മേടിക്കുന്നത് എപ്പോഴും. അപ്പോൾ അങ്ങനെ ഇതേ എണ്ണയൊക്കെ ഒഴിച്ച് കുക്കർ ചൂടാക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ നമ്മുടെ എണ്ണ തീർന്നു പോയതുകൊണ്ട് ആ ഒരു പാത്രത്തിനകത്തേക്ക് എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതും കൈയോടെ തന്നെ റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരുടെ ജോലി എളുപ്പമാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മസാലകളും എണ്ണയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തീരുന്നതിനനുസരിച്ച് നമ്മൾ റീഫിൽ ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് ഉപ്പ്, പുളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതേ സംസാരിക്കുന്നതിൻ്റെ നമ്മുടെ എണ്ണ ചൂടായി അതിലേക്ക് നേരത്തെ പൊളിച്ച് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാളയുടെ കുറച്ച് പീസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ സവാള കുറച്ച് ചേർത്താൽ മതി. ഇത്രയും ചെറിയുള്ളി ചേർത്തേക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ സവാള ഇത്രയും കുറച്ച് ചേർത്തേക്കുന്നത്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ സവാള കൂട്ടിയെടുത്തിട്ട് ചെറിയുള്ളി കുറച്ചെടുക്കാം. എപ്പോഴും ചിക്കൻ കറിക്ക് ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ അതേ ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങനെ വഴറ്റുന്നില്ല, കാരണം നമ്മളിനിയിപ്പോൾ ഇതിനകത്തേക്ക് ചിക്കനും കൂടി ചേർത്തിട്ട് കുക്കറിലിട്ട് 2-3 വിസിൽ കേൾപ്പിച്ച് വേവിക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിയൊക്കെ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരുപാട് നേരിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ ഇങ്ങനെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളമാണ് ചേർക്കുന്നത്. ഇവിടുത്തെ ചിക്കനൊക്കെ ഒരുപാട് വെള്ളം ഇങ്ങനെ ഊറി ഇറങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു 3 വിസിലോളം കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 3-4 വിസിൽ കേൾപ്പിച്ചാലേ നല്ലപോലെ വേവത്തുള്ളൂ. കാരണം ഇത് നാടൻ ചിക്കനാണ്. മട്ടനൊക്കെ വേവിക്കുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വേവിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ മട്ടൻ ബിരിയാണിയുടെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ പേര് അത് കണ്ടിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ചെന്നൈ സ്റ്റൈലിലുള്ള മട്ടൻ ബിരിയാണിയാണത്. കുക്കറിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ ഞാൻ വന്നിട്ട് തേങ്ങയൊക്കെ ചിരകി എടുത്തു. അപ്പോൾ തേങ്ങയൊക്കെ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ തോരനൊക്കെ വെക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വറുത്തരയ്ക്കാനൊക്കെ ആയതുകൊണ്ട് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ. എല്ലാം കൂടി ഒന്ന് ചിരകി എടുത്തതിന് ശേഷം കൈയോടെ തന്നെ ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കിച്ചണിൽ എന്ത് ജോലി ചെയ്യുമ്പോഴും ഇതുപോലെ കിച്ചൺ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ വൃത്തിയില്ലാതെ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യം തൊട്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് അങ്ങനെ തന്നെയാണ്. എനിക്ക് കിച്ചൺ വൃത്തിയില്ലാതെ കിടന്നാൽ ഭയങ്കരമായിട്ടൊരു അസ്വസ്ഥതയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റൗവിൽ പ്രത്യേകിച്ച് ഗ്ലാസ് ടോപ്പിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഇങ്ങനെ തുടയ്ക്കാൻ പാടില്ല എന്ന് പറയും. അത് അപകടമാണെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും എൻ്റെ കൈ അറിയാതെ സ്റ്റൗവിന്മേലോട്ട് പോകും. അപ്പോൾ എന്തേലും അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ പച്ചമുളകും എല്ലാം റീഫിൽ ചെയ്ത് വെച്ചതൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ അതേ മല്ലിപ്പൊടി തീർന്നു പോയി. അപ്പോൾ അതും കൂടി കൈയോടെ എടുത്തൊന്ന് ഫില്ല് ചെയ്ത് വെക്കാമെന്ന് കരുതി. ഇത് 2 ദിവസം മുമ്പാണ് ഞാനിതിൽ കഴുകിയിട്ട് കുറച്ച് പൊടി മാത്രം ഇട്ട് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് കഴുകാത്തത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പൊടി തീർന്നു കഴിഞ്ഞാൽ പാത്രം കഴുകിയതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് റീഫിൽ ചെയ്യുള്ളൂ. അപ്പോൾ അതേ അങ്ങനെ മല്ലിപ്പൊടിയും കൂടി ഇതിലോട്ട് റീഫിൽ ചെയ്ത്
വെച്ചിട്ടുണ്ട്. മല്ലി ഞാൻ എപ്പോഴും വീട്ടിൽ ഉണക്കി പൊടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുളക് പൊടിയും. പിന്നെ നമുക്ക് തേങ്ങ വറുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിവേദയാണ് കമന്റ് ഇട്ടിരുന്നത് ഇതേപോലത്തെ സെയിം ചീനച്ചട്ടി നിവേദയുടെ അടുത്ത് ഉണ്ടെന്ന്. ഇത് ഞാനും ഷോപ്പിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ആ കുട്ടിയും ഷോപ്പിൽ നിന്ന് മേടിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. നമ്മളിത് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ഇരുമ്പ് പാത്രങ്ങളിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്കിനെ വെല്ലുന്ന രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയ്ക്കും നല്ല രീതിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പാത്രങ്ങളാണ് അയൺ പാത്രങ്ങൾ. ഞാൻ 2 വർഷം മുന്നേ തന്നെ വീട്ടിലുള്ള എല്ലാ നോൺ സ്റ്റിക്ക് പാത്രങ്ങളും കൊണ്ടുപോയി കൊടുത്തിട്ട് പുതിയ ഇരുമ്പ് ചട്ടികൾ മേടിച്ചതാണ്. അതിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും കുക്ക് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ മൺപാത്രത്തിൽ കുക്ക് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിനിടയിൽ ആമി ഇന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് ഒരു ഡയറിയിൽ ഒരു പടം വരച്ചിട്ട് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു തന്നതാണ്. ഇതിനിടയിൽ തന്നെ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് പകുതി വറുത്ത് എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും വറുത്തിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പെരുംജീരകം, കുറച്ച് കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില ഇത്രയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പകുതി തേങ്ങ വറവായി വരുന്ന സമയത്ത് വേണം ഇത് ചേർക്കാനായിട്ട് കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലാണ് വറുത്തരച്ച കറികൾ ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് വെജിറ്റബിൾ കറിയും ചെയ്യാം. ചിക്കന് പകരം നിങ്ങൾക്ക് പൊട്ടറ്റോ എടുക്കാം, ഇല്ലെങ്കിൽ കോളിഫ്ലവർ എടുക്കാം. അങ്ങനെ ഏത് സാധനം വേണമെങ്കിലും ഇതേ സെയിം പ്രൊസീജിയറിൽ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം അടുക്കി പിടിക്കാതെ കരിഞ്ഞു പോകാതെ വേണം ചെയ്യാനായിട്ട്. അതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ളു കായപ്പൊടി. കായപ്പൊടി ചേർക്കുന്നത് നമുക്ക് ഗ്യാസിന്റെ പ്രോബ്ലം വരാതിരിക്കാനാണ് കേട്ടോ. ഒരു നുള്ളേ ചേർക്കാവുള്ളൂ, ഒരുപാട് ചേർക്കരുത്. അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഗരം മസാല ചേർക്കുന്നില്ല കേട്ടോ. കാരണം ഇതിനകത്ത് കുറച്ചധികം തന്നെ നമ്മൾ പെരുംജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇഞ്ചി വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം കൂടി ഇട്ടിട്ടാണ് വറുത്തെടുത്തേക്കുന്നത്. കറിവേപ്പില മസ്റ്റായിട്ട് ഇടണം തേങ്ങ വറുക്കുന്ന സമയത്ത്. എന്നാലാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനി ഇതിനിടയിൽ തന്നെ ഞാൻ എൻ്റെ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിഞ്ഞ ദിവസം വെച്ചിട്ടുള്ള ചോറിൻ്റെ ബാലൻസ് ആണ്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു കുഞ്ഞി ഇരുമ്പ് ചട്ടിയിലാണ് ഞാൻ മീൻമുട്ട വറുത്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇരുമ്പ് ചട്ടി എന്ന് പറയുന്നത് ഞാൻ ഇതും ശരവണ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. ഇതും മേടിച്ചിട്ട് 2-3 വർഷം ആയിട്ടുണ്ട്. ഞാനിത് ഡെയിലി യൂസ് ചെയ്യും. ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല നോൺ സ്റ്റിക്ക് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല മയപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിത് യൂസ് ചെയ്യാനായിട്ട് മറന്നു പോകുന്നവരാണല്ലെങ്കിൽ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സവോള എടുത്തൊന്ന് നല്ലപോലെ ഒന്ന് വഴട്ടുക. അതിനുശേഷം കുറേ വെള്ളത്തിലൊന്ന് കഴുകി നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ തുരുമ്പൊക്കെ പോയിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ കുക്ക് ചെയ്യുക കേട്ടോ. ഡെയിലി മാക്സിമം കുക്ക് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും അതിനകത്ത് എണ്ണയൊന്നും പിടിപ്പിച്ച് വെക്കണ്ട. നല്ല നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഇരിക്കും. ഇടയിൽ തന്നെ നമ്മുടെ തേങ്ങയുടെ കൂട്ടൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അരച്ച് വെച്ചേക്കുന്ന കൂട്ട് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ചിക്കൻ ഒരു 3 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ. ആവശ്യത്തിന് വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് കറിയിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ ഞാനൊരു സൈഡിൽ മീൻകറിക്കുള്ള കൂട്ടും തയ്യാറാക്കി അടുപ്പത്ത് വെച്ചിരുന്നേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻകറി നമ്മുടെ തിരുവനന്തപുരം സ്പെഷ്യൽ മീൻകറിയാണ്. കുറേ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അത് തേങ്ങ അരച്ച മീൻകറിയാണ്. അപ്പോൾ അതേ ഇതിനകത്ത് ഇന്ന് ഞാൻ ഈ മീൻകറി വെച്ചപ്പോൾ ഇതിനകത്ത് തക്കാളിയും മുരിങ്ങയ്ക്കയും പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് വെച്ചത്. ഇതിനകത്ത് മാങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഏതൊരു മീൻകറിക്കും ടേസ്റ്റ് കൂടണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് 2-3 പീസ് മാങ്ങ കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് പുളി കുറച്ച് അരച്ചാൽ മതി. അപ്പം അങ്ങനെയാണ് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് നിന്നിപ്പോൾ മാങ്ങ ഇല്ല. അപ്പം അതൊരു സൈഡിലാവുന്നുണ്ട്. അപ്പം മീനൊക്കെ പെട്ടെന്ന് ആവും. നമ്മൾ ആദ്യം അരപ്പ് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നല്ലതായിട്ട് തിള വന്നതിന് ശേഷം മാത്രം അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് ഒരു 5 മിനിറ്റൊക്കെ എന്നൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ഒരുപാട് മീൻ ഇട്ട് കുക്ക് ചെയ്യരുത്. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീനിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും, കറിക്കും രുചി കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് തിളപ്പിച്ച് അങ്ങ് ഓഫ് ചെയ്തിടാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ അത് ഇതിനിടയിൽ തന്നെ നമ്മുടെ ചിക്കൻ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പം നല്ല മണമാണ് ഈ ഒരു സമയത്ത്. പിന്നെ അതേ മീൻകറി ഞങ്ങൾ ഇന്ന് യൂസ് ചെയ്തില്ല കേട്ടോ. നെക്സ്റ്റ് ഡേയിലത്തേക്കാണ്. അപ്പോൾ ഇന്ന് തന്നെ കറി വെച്ചേക്കാമെന്ന് കരുതി പിറ്റേ ദിവസം ഉപയോഗിക്കാം. ഇന്നിപ്പോൾ ചിക്കൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മുടെ ചിക്കൻ കറി ഒന്ന് തിളച്ച് പറ്റി വരാറായപ്പോൾ തന്നെ അതിനകത്തേക്ക്
കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ മീൻകറിയിലും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളാണെങ്കിൽ മീൻകറിയിൽ കടുകൊന്നും താളിച്ച് ചേർക്കത്തില്ല. എൻ്റെ അമ്മയൊന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അത് നമ്മൾ മീൻകറിയിൽ അങ്ങനെ കടുക് താളിക്കരുതെന്ന് പറയും. അപ്പോൾ ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല, ചിലരങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അതേ മോര് കറി ഇതിൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഒരുപാട് തവണ കാണിച്ചത് കൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തണുത്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഭക്ഷണം കൂടി കഴിച്ചാൽ മതി. ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ഞാൻ ചീര തോരൻ വെച്ചിട്ടുണ്ട് ഇതിനിടയിൽ, മീൻകറി, പിന്നെ നമ്മുടെ ചിക്കൻ കറി, മീൻ മുട്ട വറുത്തത്, അവിയൽ തലേ ദിവസത്തെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു വെജിറ്റബിളും കൂടി കഴിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദഹനം കാണത്തില്ല, ദഹിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നോൺ വെജിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു വെജിറ്റബിളും കൂടി കഴിക്കണം കേട്ടോ. നമ്മൾ മട്ട റൈസാണ് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വെച്ചിട്ടുള്ള ചോറ് തന്നെയാണ് ഇന്ന് ബാലൻസ് ഉള്ളത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.